ബിമാജിക്കിന്റെ 2150 സൂം മീറ്റിലേക്ക് ബിമാജിക് ഫാമിലിയിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ഈറ്റ് ദ എലിഫന്റ് എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് ട്രെയിനർ ആൻഡ് സക്സസ് കോച്ചുമായ ഓസ്റ്റിൻ സാർ ആണ് ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം ഓസ്റ്റിൻ സാർ. താങ്ക് യു ഷൈമന. എന്നൊന്ന് കോസ്റ്റ് ആക്കാവോ? ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. എന്താ പറയാ, എങ്ങനെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും? ഹാപ്പിയാണോ? സുഖാണ് സർ, ഹാപ്പിയാണ്. ഹാപ്പിയാണ് സാർ. ഓക്കെ, താങ്ക് യു. ഇന്ന് കുറച്ച് പേരും കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ച വിഷു ആയതുകൊണ്ട് ആളുകൾ കുറച്ച് കുറവായിരുന്നു. എനിവേ, ഇപ്പൊ ആനയെ തിന്നാൻ കിട്ടിയ എത്ര പേര് ആനനെ തിന്നാൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ? ഈ ടോപ്പിക് കേട്ടപ്പോ എന്താ തോന്നിയത്? ഈറ്റ് എലഫന്റ് എന്ന്. ആനനെ തിന്നാൻ പറ്റുന്നാണോ? ഈറ്റിംഗ് ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് അറിയുന്നു. ആനയെ തിന്നാൻ വിശപ്പുണ്ടെന്നോ? അതേപോലെ ഈറ്റിംഗ് ദ ഫ്രോഗ് എന്നുള്ള പോലെ ഈറ്റിംഗ് ദി എലിഫന്റ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാന്നുള്ള അങ്ങനെ ഒരു ചിന്തയാണ് വന്നല്ലേ? ഓക്കെ, വെരി ഗുഡ്. എനിവൺ എൽസ്? ആനേനെ തിന്നാൻ പറ്റുമോ? ആനേനെ തിന്നാനുള്ള വിശപ്പോ? അത് ശരിയാണ് അബ്ദുൾ സാറേ. പലപ്പോഴും പറയാണ്ട് ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ട്. ആനയിറച്ചി തിന്നാൻ പറ്റുമോ? ഇത് എന്റെ ഒരു ചോദ്യമാണ്, എനിക്കത് അറിയില്ലൂടാ. ആരെങ്കിലും ആനയിറച്ചി തിന്നിട്ടുണ്ടോ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടുകയാണെങ്കിൽ. തിന്നാൻ പറ്റുമെന്ന് അറിയില്ലല്ലേ? അല്ല, ആനയിറച്ചി ആരെങ്കിലും തിന്നോ ശരിക്കും? ഞാനിത് എന്റെ ഒരു സംശയമായിട്ട് ചോദിക്കണ്ട. തിന്നിട്ടുണ്ടോ? ആരെങ്കിലും തിന്നതായിട്ട് അറിയോ? അറിയില്ല. തോന്നുന്നു ഒന്നാമത്തെ ആന പണ്ടേ തന്നെ വളരെ എന്താ പറയാ പ്രൊട്ടക്റ്റഡ് ആനിമൽ ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും ആനയിറച്ചി തിന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവനെ പിടിച്ച് ജയിലിടുന്നു പോകും. അതുകൊണ്ട് ആനയിറച്ചി ആരും തിന്നല്ല. എനിവേ, നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ഈറ്റ് ദ എലഫന്റ് എന്നാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ആനേനെ തരാം, എത്ര പേർക്ക് തിന്നാൻ പറ്റും എന്നുള്ളത് നോക്കണേ. ഓക്കെ, സോ നിങ്ങളുടെ പ്ലേറ്റിൽ ആന റെഡിയാണ്. അപ്പൊ എല്ലാവരും ആനേനൊക്കെ ഒന്ന് മുറിച്ച് തിന്നാണെങ്കിൽ ഈ ചെറിയ ആനയല്ല കേട്ടോ, വലിയ ആന തന്നെ, വലിയ ആന. നമ്മൾ നോക്കുമ്പോ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന് പറയുമ്പോൾ പോലും ഒരു ആനയുടെ വെയിറ്റ് ഏകദേശം എത്ര ഉണ്ടാന്ന് പറയും? നമ്മുടെ ഒരു ഏഷ്യന്റെ ഒരു ചെറിയ ആന ഒന്ന് ഗസ് ചെയ്യാം ആരെങ്കിലും? ചെറിയൊരു ആനയ്ക്ക് എന്താണ് വെയിറ്റ് ഉണ്ടാവും? 1 ടണ്ണ്. 1 ടൺ. ഓക്കെ, വെരി ഗുഡ്. എനിവൺ എൽസ്? 1500 kg. ഓ, 1500 kg ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. നമ്മള് ഒരു ഏകദേശ കണക്ക് പറഞ്ഞു വെച്ചാല് നമ്മൾ 1-2 ബുക്ക് റെഫർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഒരു ഏഷ്യൻ ആനയ്ക്ക് ഏകദേശം 4000 മുതൽ 5000 കിലോ വരെ ഭാരം കാണുമെന്നാണ് പറഞ്ഞത്. 4000 കിലോ. നമ്മളൊരു മനുഷ്യന് ഒരു ദിവസം കഴിക്കുന്ന ഒരു ഫുഡ് തൂക്കി നോക്കി കഴിഞ്ഞാല് ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും അറിയോ? ഒരു 1.5 കിലോക്ക്, 1.5 ഒന്നുമല്ല, നമ്മൾ കണ്ടമാനം ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി ഒക്കെ തൂക്കിയ വാങ്ങുന്നത് ഇപ്പൊ പല കടകളിലൊക്കെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ എന്താ പറയാ 4000 5000 കിലോ ഒക്കെ ഉള്ള ഒരു ആനയെ തിന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോസിബിൾ ആണ്. ഞാൻ ഇനി ഇത് ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു എന്ന് പറയും. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടൊരു ബുക്ക് ഉണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 11 റൂൾസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് ചേതൻ ഭഗത്ത് എഴുതിയ ഒരു ബുക്ക് ഉണ്ട്. ആരെങ്കിലും ആ ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 11 റൂൾസ് ഫോർ ലൈഫ്. ഇല്ലെങ്കിലും പറയാലോ. കേട്ടിട്ടുണ്ട്, പക്ഷെ വായിച്ചിട്ടില്ല, മേടിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല. ഓക്കെ. ചേതൻ ഭഗത്തിനെ അറിയോ? ചേതൻ ഭഗത്തിനെ അറിയാവുന്ന ആരുണ്ട് ഇവിടെ? ചേതൻ ഭഗത്തിനെ എല്ലാവർക്കും അറിയും. ഒന്ന് പറഞ്ഞ സാറേ, ബഷീർ സാറേ, 2 വാക്ക് ചേതൻ ഭഗത്തിനെ കുറിച്ച്. ചേതൻ ഭഗത്തിന്റെ കുറെ പുസ്തകം വായിച്ചിട്ടുണ്ട്. അത് ഫേമസ് പുസ്തകമാണ് കോളിംഗ് ഹൗസിന്റെ ഒരു കുറെ പുസ്തകം വായിച്ചിട്ടുണ്ട് ഞാൻ. ആണല്ലേ? ഉണ്ട്, ബക്കറ്റ് ഒന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ സത്യം പറഞ്ഞപ്പോ കയറിയിട്ടുള്ളൂ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല, നിങ്ങൾ എന്തെല്ലാം സംസാരിച്ചത്. നല്ല ഒരു മിനിറ്റ് സാറേ, ചേതൻ ഭഗത്തിന്റെ നിങ്ങൾ വല്ല മ്യൂസിക് കേൾക്കുന്നുണ്ടോ? ഓ സോറി. ഓക്കെ. കുഴപ്പമില്ല. എന്റെ എന്തോ ഓൺ ആയതാ. സോറി. ഓക്കെ, ചേതൻ ഭഗത്തിനെ സാർ എന്താ പറഞ്ഞേ?
ഒരു കോൾ ഹൗസിലുള്ള കഥകൾ വെച്ചിട്ടുള്ള പുസ്തകം, പിന്നെ അത് പിന്നെ വേറെ പിന്നെ ആ മറ്റേ ഇതില്ല നമ്മളെ ക്രിക്കറ്റിന്റെ അതിനും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ സംശയം? ഒരു ബുക്ക് ഞാൻ 2-3 ബുക്ക് വായിച്ചിട്ടുണ്ട്. ഒന്ന് എനിക്കൊരു കഥ ഓർമ്മയുള്ളത്, ഒരു സൗത്ത് ഇന്ത്യൻ ലേഡിയും ഒരു നോർത്ത് ഇന്ത്യൻ ബോയ് ആയിട്ടുള്ള അവര് IIT പഠിക്കുന്ന സമയത്ത് പ്രണയിച്ചിട്ട് അത് അയാളെ കഥ ഭാര്യ സൗത്ത് ഇന്ത്യൻ. അതെ അതെ. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റൈറ്റർ ആണ് ചേതൻ ഭഗത്. അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം എന്ന് പറയുന്നത് 5.1 എന്ന് പറയുന്ന ബുക്കാണ്. അദ്ദേഹം ഒരു IIT പ്രൊഫഷണൽ ആണ്, IIM പ്രൊഫഷണൽ ആണ്. ഈസ് എന്താ പറയാ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റർ ഇൻ ഇന്ത്യ. അതിന് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ഒരു വേൾഡ് റെക്കോർഡ് ബുക്ക് സെല്ലിങ്ങിലേക്കൊക്കെ വന്നത് അദ്ദേഹമാണ്. ഇപ്പൊ നിങ്ങൾ 3 Idiots കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് 5.1 എന്ന് പറഞ്ഞ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ മോസ്റ്റ്ലി എല്ലാ റൈറ്റിംഗ്സും സെയിം ലൈക്ക് എ നോവൽ ആണെങ്കിൽ കൂടെ അത് സാധാരണ ഒരു സാഹിത്യകൃതിയേക്കാളും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഇദ്ദേഹത്തിന്റെ എല്ലാ നോവൽസും. ഈ ഹാഫ് ഗേൾ ഫ്രണ്ട് ഒക്കെ 2 സ്റ്റേറ്റ്സ്, സോറി എനിക്ക് തോന്നുന്നു മറ്റേ നോർത്ത് ഇന്ത്യൻ പെൺകുട്ടീനെ സ്നേഹിക്കുന്നതിന്റെ കഥ 2 സ്റ്റേറ്റ്സ് ആണ്. അത് അടിപൊളി ഒരു 2 സ്റ്റേറ്റ്സ് ആണ്. അത് പുള്ളിയുടെ തന്നെ കഥയാണ്, പക്ഷെ ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ഞാൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. 5.7, 2 സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹാഫ് ഗേൾ ഫ്രണ്ട് ഒരു ഇതുപോലെ ഒരു ബീഹാറി പയ്യൻ ഒരു നോർത്ത് ഇന്ത്യൻ കുട്ടീനെ സ്നേഹിക്കുന്നതൊക്കെ. പക്ഷെ എന്ത് രസം എന്ന് വെച്ചാല് നിങ്ങൾ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വായിച്ചു തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എഴുത്തും ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷാണ്. ഞാൻ പലപ്പോഴും ഈ ഒരു റൈറ്റിങ്ങിനെ കുറിച്ച് കാണുമ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ഓതേഴ്സ് ഇംഗ്ലീഷ് ബുക്ക് എഴുതി കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇന്ത്യൻ ഓതേഴ്സിന്റെ ഇംഗ്ലീഷ് ബുക്ക് നിങ്ങൾ വായിച്ചാൽ ഒരു കുന്തവും മനസ്സിലാവില്ല. നോർമൽ ഒരു സിനാരിയോ ഞാൻ പറഞ്ഞ, ഏതെങ്കിലും ഇന്ത്യൻ ഓതേഴ്സ് ഇംഗ്ലീഷ് ബുക്ക് എഴുതുന്നെങ്കിൽ അവർ ഇംഗ്ലീഷ് ഏറ്റവും ടഫസ്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കും. അത് മാത്രമല്ല നമുക്കിതൊന്നും മനസ്സിലാവില്ല. മിക്കവാറും എൻ്റെ കുറെ ബുക്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇന്ത്യൻ ഓതേഴ്സിന്റെ ഇംഗ്ലീഷ് ബുക്ക് വാങ്ങുന്നത് നിർത്തി. അതിലൊരു വേറിട്ട നെയിമാണ് ചേതൻ. ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന ഹൃദയത്തെ തൊടുന്ന ഭാഷയിൽ എഴുതാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റും. നിങ്ങൾ ഇംഗ്ലീഷ് ഓതേഴ്സിന്റെ ഇംഗ്ലീഷ് ബുക്ക് വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, കാരണം ദേ റൈറ്റ് ഓൾവേസ് ഇൻ എ സിമ്പിൾ ഇംഗ്ലീഷ്. പക്ഷെ ഇന്ത്യൻ ഓതേഴ്സ് എനിക്ക് തോന്നുന്നു അവർക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി അറിയാൻ. സുധാമൂർത്തിനെ ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒരു സുധാമൂർത്തിയുടെ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അപ്പം ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ബുക്കിന് ഏറ്റവും പ്രത്യേകിച്ച് ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും, ഏറ്റവും മനോഹരമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ബുക്ക് ഞാൻ ഈ അടുത്ത് വായിക്കാനായിട്ട് ഇടയായ ഒരു പുസ്തകമാണ് 11 Rules for Life. ഞാൻ കുറെ നാളായി ഇങ്ങനെ വാങ്ങിയിട്ടിട്ട്, പക്ഷെ ഇങ്ങനെ മാറ്റി വെക്കായിരുന്നു. പക്ഷെ വെൻ ഐ സ്റ്റാർട്ടഡ് ലിസണിങ് ഇറ്റ്സ് വെരി നൈസ്. ആക്ച്വലി ഒരു നോവൽ എഴുതുന്ന ഒരു വ്യക്തി ഒരു മോട്ടിവേഷൻ പോലെ, സെൽഫ് ഹെൽപ്പ് പോലെ ഒരു ബുക്ക് എഴുതാണ്. ആൻഡ് ആ ബുക്ക് വായിക്കാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ബുക്കാണ്. ആ ബുക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈവൻ ദോ ഇറ്റ്സ് എ നോൺ ഫിക്ഷൻ ബുക്ക്, ഹി റോട്ട് ഇറ്റ് ആസ് എ ഫിക്ഷൻ ബുക്ക്. ഇതിന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഡെലിവറി ബോയ്, ഇദ്ദേഹം റൈറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഒരു ഡെലിവറി ബോയ് അദ്ദേഹത്തിന്റെ അടുത്ത് ബുക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ വരുന്നതും ആ ഡെലിവറി ചെയ്യുന്ന ആളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അവൻ ജീവിതത്തിൽ ആകെ തകർന്നൊരു മനുഷ്യൻ. കാര്യം ഫസ്റ്റ് ഡെലിവറി ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡെലിവറി ഒരുപാട് ഡിലേ ആവുന്നു. അപ്പം വന്ന് ചോദിക്കുമ്പോൾ അവൻ കുറെ നുണകൾ പറയുന്നു. പക്ഷെ ആ നുണകൾക്ക് അപ്പുറം എന്താണ് റിയൽ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള അർപ്പിതയുമായിട്ട് അവള് ബ്രേക്കപ്പ് ആവുന്നു. ആ ടെൻഷനിൽ അവളെ വിളിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞ് എന്നൊക്കെ പറയുന്നത്. അവന്റെ ജീവിതത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന റൂൾസ് എന്നുള്ള രീതിയിലാണ് ഈ ബുക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും ഓരോ റൂള് പറഞ്ഞു കഴിയുമ്പോഴും അതിനോട് ചേർന്ന് ഇവരുടെ ഒരു കോൺവെർസേഷനും എന്ന് വെച്ചാൽ ഒരു ഈവൻ ദോ ഇറ്റ്സ് എ ഫിക്ഷൻ ബുക്ക്, ഹി മേഡ് ഇറ്റ് ആസ് എൻ എന്റർടൈനിങ് ബുക്ക് ആൻഡ് എവ്രി വൺ ക്യാൻ അഡോപ്റ്റ് ദീസ് റൂൾസ്. അപ്പം ഇത് നമ്മൾ പല ബുക്കുകളിലും പല ക്ലാസ്സുകളിലും കേട്ട റൂൾസിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ വളരെ ഡിഫറെന്റ് ആണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ഇത് 8th റൂളാണിത്. വാട്ട് ഈസ് ദിസ് റൂൾ? ഈറ്റ് ദ എലഫന്റ്. അപ്പം നേരത്തെ മണി സാർ പറഞ്ഞ പോലെ ഈറ്റ് ദാറ്റ് ഫ്രോഗ്.
എന്ന് പറയുന്നുണ്ട്. ആ ഈറ്റ് ദാറ്റ് ഫ്രോഗ് പറയുന്ന കോൺസെപ്റ്റ് പോലെയാണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് ദ കോൺസെപ്റ്റ് ലൈക്ക് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഈറ്റ് ദാറ്റ് ഫ്രോഗിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും അഗ്ലി ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്കിനെ നിങ്ങൾ ആദ്യം ചെയ്യുക. സോ നിങ്ങൾക്ക് എന്താ പറയാ, മറ്റ് ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ആദ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി. അത് നമ്മുടെ ആരാണ് ആ ബുക്ക് എഴുതിയത്? ബ്രയാൻ ലീസ്. ഉം? ബ്രയാൻ ലീസ്. യെസ്, താങ്ക് യു സർ, താങ്ക് യു സർ. ബ്രയാൻ ട്രേസിയുടെ ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നുള്ളത്. ഇത് ഈറ്റ് ദ എലഫന്റ് എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹം ഈ ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഒരു എലിഫന്റിനെ തിന്നാൻ പറ്റും? അപ്പൊ എലിഫന്റിനെ തിന്നാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നോർമലി അറിയാം, നമുക്ക് ഒരു എലിഫന്റിനെ തിന്നാൻ പറ്റില്ല. 4000 കിലോ ഉള്ള ഫുഡ് നമ്മൾ എപ്പോഴാണ് തിന്നുന്നത്? അപ്പൊ അദ്ദേഹം അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരാൾക്ക് 1.5 കിലോ ഫുഡാണ്, പുള്ളി ഒരു ആവറേജ്, ഇതെല്ലാം ആവറേജ് ആണല്ലോ. നമ്മള് കഴിക്കുന്ന ഫുഡ് തൂക്കി കഴിച്ചു നോക്കിക്കോ കേട്ടോ, 1.5 കിലോയിൽ കൂടുതലുണ്ടാവും. നമ്മൾ 2-3 കിലോ ഒക്കെ കഴിക്കും ഒരു ദിവസം. രാവിലെ ഇഡ്ഡലിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ആ കറിയൊക്കെ ഒന്ന് തൂക്കി നോക്കുക. ഉച്ചക്കലത്തെ ചോറൊക്കെ, ഒരു പറ ചോറുണ്ടാവും, 1 കിലോ ചോറൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമായിരിക്കും. അപ്പൊ ചോറും കറികളൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാല് നമ്മളൊരു മിനിമം 2-3 കിലോ ഒക്കെ കഴിക്കുന്നുണ്ടാവും. സ്നാക്സ്, ചായ ഇതെല്ലാം കൂടി നോക്കി. അപ്പൊ പുള്ളി പറഞ്ഞ ഒരു ആവറേജ് യു ടേക്ക് ഇറ്റ് ആസ് എ 1.5 കിലോഗ്രാം നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ 4000 കിലോ ഉള്ള ഒരു ആനയെ നിങ്ങൾ വെട്ടി പീസാക്കി ആ മീറ്റ് ഒക്കെ ഒന്ന് മാറ്റി ഒരു വലിയ ഹ്യൂജ്, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ഹാവ് എ ഹ്യൂജ് ഫ്രീസർ ആൻഡ് യു മേക്ക് 1.5 കിലോഗ്രാമിന്റെ ഓരോ പീസായിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, യു ടേക്ക് 1 പീസ് ആൻഡ് കുക്ക് ഫോർ എ ഡേ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇത് കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് ഓൺലി 2666 ഡേയ്സ് ടു കംപ്ലീറ്റ് ആൻ എലഫന്റ്. 2666 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ 1.5 കിലോ മീറ്റ് വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു എലഫന്റിനെ നിങ്ങൾക്ക് തിന്നു തീർക്കാൻ പറ്റും. വിച്ച് മീൻസ് 7.5 years. എന്ന് വെച്ചാല് ഒരു ആനയെ തിന്നാൻ പറ്റൂല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ആനയെ പീസാക്കി കിട്ടുകയാണെങ്കിൽ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ആനയെ നമുക്ക് തിന്നു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തില് പല ടാസ്കുകൾ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓ ഇത് എങ്ങനെ എനിക്ക് അച്ചീവ് ചെയ്യും, ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ അടക്കമുള്ളതാണ്, ഐ എം നോട്ട് എക്സെപ്ഷണൽ ഫോർ ദിസ്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരും ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നവരിൽ 90% ആൾക്കാരും വലിയ സ്വപ്നങ്ങളൊന്നും കാണാറില്ല. ബിക്കോസ് ഇറ്റ്സ് ഹ്യൂജ്, എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിലേക്ക്. ആം ഐ റൈറ്റ് ഓർ നോട്ട്? വലിയ സ്വപ്നങ്ങൾ, ഞാനിത് പലതവണ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ ഗോൾ? ഐ വാണ്ട് ടു ബിക്കം എ ട്രെയിനർ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ കാര്യങ്ങൾ. അതായത് ഏതൊരു മനുഷ്യനും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ വലിയൊരു ഡ്രീമും ആരും ഈ ഗ്രൂപ്പിൽ എന്നോട് പറഞ്ഞിട്ടില്ല. ബിക്കോസ് എന്തുകൊണ്ടാ? നമ്മൾ ആനയെ തിന്നാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. നമ്മൾ വല്ല കോഴീനെയൊക്കെ തിന്നാൻ കൊള്ളാം. ഒരു കോഴീനെ തന്നെ തിന്നാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ നമ്മൾ പറയും, ഓ ഇല്ല, അത് നമ്മളൊരു 5-6 പേര് കൂടിയൊക്കെ ആണെങ്കിൽ തിന്നാമെന്ന് പറയും. അപ്പൊ ഒരു ആനയെ തിന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ല. കാരണം എന്താണ്? വി ആർ സോ ലിമിറ്റഡ് ടു ഹാവ് ദാറ്റ്. അവിടെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രശ്നം. നമ്മൾ എന്തു വലിയ ടാസ്ക് നമ്മൾ ഏറ്റെടുത്താലും പീസ് ബൈ പീസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കം സോ സിമ്പിൾ. അത് ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാ മനുഷ്യനും ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയൊരു റീസൺ തന്നെ ഈ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലൊരു കോമൺ പ്രിൻസിപ്പിൾ ഉണ്ട്, പയ്യെ തിന്ന പനയും തിന്നാം, അല്ലേ? പയ്യെ തിന്ന പനയും തിന്നാന്ന് പറയും. ഇപ്പം ചേതൻ ഭഗത്ത് അദ്ദേഹത്തിന്റെ ഈ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഇവരുടെ ഫാമിലി ഇറ്റ്സ് അഗൈൻ എ ബ്രോക്കൺ ഫാമിലി. നമ്മൾ വിചാരിക്കും, എനിക്ക് തന്നെ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യമാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പറയും സ്ട്രഗിൾസ് ആണ് എന്നെ മോശമാക്കുന്നത്. പക്ഷെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാളുടെയും ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രഗിൾസ് ആണ് അവരുണ്ടാക്കിയത്. നമ്മളെപ്പോഴും ഈ സ്ട്രഗിൾ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് എന്റെ ഫാമിലിയിൽ ഇപ്പം
എന്റെ മക്കള് 10ാം ക്ലാസ് വരെ ആയുള്ളൂ, ഇനി അവർക്ക് എന്താ വരാൻ പറ്റുന്ന അറിഞ്ഞൂടാ. എങ്കിലും ഞാൻ പലപ്പോഴും അവരൊരു കംഫർട്ട് ലിവിങ് കാണുമ്പോൾ ആലോചിക്കും, ദൈവം എന്റെ മക്കളൊക്കെ ഇനി എങ്ങനെ ആയിപ്പോകും, ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ എ വെരി കംഫർട്ട്. അപ്പൊ ഞാനും ഒരുവിധം കംഫർട്ട് സോണിലാണ് പോണേ. അപ്പൊ നമ്മൾക്കൊരു ചിന്തയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചേതൻ ഭഗത്തിന്റെ ലൈഫിൽ ഇറ്റ്സ് എ ബ്രോക്കൺ ഫാമിലി. ബ്രോക്കൺ ഫാമിലി ഇൻ ദ സെൻസ് അദ്ദേഹത്തിന് അച്ഛൻ ഭയങ്കര ഒരു ടഫായിരുന്നു, നന്നായി വഴക്ക് പറയും, ചീത്ത പറയും, പട്ടാളക്കാരനായിരുന്നു. അമ്മ ഡിഫറെന്റ്. അപ്പൊ പട്ടാളക്കാരനായതുകൊണ്ട് പുള്ളിക്കാരന് പല സ്ഥലങ്ങളിലേക്കായിരുന്നു ട്രാൻസ്ഫർ ഒക്കെ. അമ്മ എന്താ പറയാ, എന്തൊരു ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹി സ്റ്റഡി തന്നെ ഇവിടെ നമ്മുടെ എന്താ പറയാ സൈനിക് സ്കൂളിലാണ്. അപ്പൊ അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കുകൾ സ്ഥിരമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകണം. ഹീസ് ഓൺലി ആൻ ആവറേജ് സ്റ്റുഡന്റ്. പുള്ളി എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ക്ലാസ്സിൽ ഭൂരിഭാഗം ആൾക്കാരും, ഇവരുടെ ക്ലാസ്സിൽ സൈനിക സ്കൂൾ ആയതുകൊണ്ട് തന്നെ 100ൽ 90 പേരും പട്ടാളക്കാരനാവാനോ പോകും. ബാക്കി 10 പേരിൽ IIT ഡ്രീംസ് ഒന്നും ഇല്ല. പിന്നെ ഇന്നത്തെ പോലെ ഇല്ല. അന്ന് പഴയ കാലങ്ങളിലും IIT എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇതൊന്നും പുള്ളിക്ക് വലിയ ധാരണകളില്ലാത്ത ഒരു സമയമായിരുന്നു അത്. അപ്പം ചേതൻ ഭഗത്ത് എന്താ ചെയ്തെന്ന് വെച്ചാല്, പുള്ളിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം IITയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ IITയിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടണമെങ്കിൽ വലിയൊരു ടെസ്റ്റ്. ഇന്നത്തെ പോലെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, സോറി, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ IITയിൽ ഇപ്പോ 2 എക്സാം ഉണ്ട്. ഒന്ന് IIT മെയിൻ ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു IIT അഡ്വാൻസ്ഡ് ഉണ്ട്. കാരണം IIT മെയിൻ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു NIIT പോലുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതിന് മുകളില് ലൈക്ക് എന്താ പറയാ, IITയിലൊക്കെ കിട്ടണമെങ്കിൽ IIT അഡ്വാൻസ് പാസ്സാവണം. അപ്പം ഈ ഒരു ചിന്തയുള്ള ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം ആദ്യം നോക്കി IITക്ക് പഠിക്കണം. 2 ഇയേഴ്സ് പുള്ളിയുടെ കയ്യിലുണ്ട്. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഏകദേശം 90 ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും. അപ്പൊ അദ്ദേഹം എന്ന് വെച്ചാൽ ഈ വലിയ IIT എന്ന് പറഞ്ഞ ഒരു എൻട്രൻസിന് കാര്യം അന്ന് കോച്ചിങ് ക്ലാസ്സുകൾ വളരെ കുറവാണ്. അപ്പൊ അദ്ദേഹം സിലബസ് എടുത്തു, എനിക്ക് പഠിക്കണം. അപ്പൊ വലിയൊരു സാധനം, ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഈ 3 മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇൻഓർഗാനിക് ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്, മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, അങ്ങനെ കുറെ സബ് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇത് ഏകദേശം ഒരു 90 ചാപ്റ്റർ ഉണ്ട്. 10,000-ലധികം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളത് വെച്ചാൽ ഒരു 2 ഇയർ റോഡ് മാപ്പ് ആണ്, എന്ന് വെച്ചാൽ 100 ആഴ്ച. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ഒരു 4 ചാപ്റ്റർ പെർ മന്ത് അങ്ങനെയാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തത്. സോ 1 ഫിസിക്സ്, 1 മാത്ത് ആൻഡ് 2 കെമിസ്ട്രി അങ്ങനെ ചെയ്തു. പിന്നെ ഇതിനെ എന്തായി വീക്കിലി ബൈറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ 1 ചാപ്റ്റർ പെർ വീക്ക് ആക്കി. അപ്പൊ ഡെയിലി ബൈറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 30 പേജസ് ഓഫ് തിയറി ആൻഡ് 25 ടാർഗറ്റഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇത്രയും പഠിക്കാന്ന് വെച്ചു. എന്ന് വെച്ചാൽ ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഒരു ഡേ ഞാൻ സ്പെൻഡ് ചെയ്യും. ഔട്ട് ഓഫ് 24 hours ഓൺലി ഐ സ്പെൻഡ് ഓൺലി എന്താ പറയാ 4 മുതൽ 5 വരെ മാത്രമാണ് അദ്ദേഹം പഠിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഏരിയാസും അങ്ങനെ എടുത്ത് അദ്ദേഹം പതുക്കെ അതിനെ പഠിക്കാൻ തുടങ്ങി. ഒരിക്കലും ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ എന്നുള്ള നിർബന്ധമില്ല, കാരണം അത് കറക്റ്റ് സ്ലൈസ്ഡ് ആണ്. അപ്പോ ഒരു ഡെറിവേഷൻ ചെയ്യുക, അതുപോലെ 1 ബേസിക് സിമ്പിൾ ചെയ്യുക, അങ്ങനെ പതിയെ പതിയെ അദ്ദേഹം ഈ ഇതിങ്ങനെ പഠിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് വേറെ ഒരാളുടെ സപ്പോർട്ടില്ല, പാരന്റിന്റെ സപ്പോർട്ടില്ല, ഫാമിലി സപ്പോർട്ട്സ് ഇല്ല. പക്ഷെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് ഇതിന്റെ സിലബസ് കൊണ്ടുവന്ന് ബുക്സ് ഒക്കെ വാങ്ങി ഇദ്ദേഹം തന്നെ സ്ലൈസ് ബൈ സ്ലൈസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. പഠിച്ച് എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഒറ്റ എക്സാമേ ഉള്ളൂ IITയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് എക്സാമിൽ തന്നെ ഹി ഹാസ് ക്ലിയർ ദാറ്റ് എക്സാം. അപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തെ അദ്ദേഹം വളരെ സിമ്പിൾ ആയി ഈസി ആയിട്ട് നമ്മൾ ചെയ്തു. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ച സ്ട്രാറ്റജി ഇതാണ്. നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ പലരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ സക്സസ് വേണമെന്ന് ചിന്തിച്ചിട്ട് വലിയൊരു എങ്ങനെ ഞാൻ പഠിക്കും, എനിക്ക് ഇത്രയും പ്രായമാകും, എനിക്ക് എന്റെ ഏജ് ഈസ് ഓവർ, ഇത്രയും വലിയ സിലബസ് എങ്ങനെ ഞാൻ കവർ ചെയ്യും, ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള സിലബസ് ആണ്, ഞാൻ എന്തിനാ പഠിക്കണേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെ അതിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അതിനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിനി എക്സാമിന് എത്ര ദിവസമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ എത്ര ദിവസമുണ്ട്, ആ ദിവസത്തേക്ക് എത്ര ചാപ്റ്റർ നമുക്ക് ടോട്ടൽ പഠിക്കാനുണ്ട്, അതിൽ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ പോർഷൻ ബൈ പോർഷൻ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ചെറിയ പോർഷനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഹാപ്പിനെസ്. ഞാൻ ഇതിനകത്ത് ചേതൻ ഭഗത്ത് പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമുക്കറിയാം, നമുക്ക് ഡോപ്പമീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡോപ്പമീൻ എന്താണ് ഡോപ്പമീൻ?
സന്തോഷ ഹാപ്പി ഹോർമോൺ. ഹാപ്പി ഹോർമോൺ. ഹാപ്പി ഹോർമോൺ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു റോസ്ലിൻ, താങ്ക് യു ഷൈമിന. ഹാപ്പി ഹോർമോൺ ഡോപ്പമിൻ കിട്ടാനായിട്ട് പല വഴികളുണ്ട് ഇല്ലേ? എങ്ങനെയൊക്കെ ഡോപ്പമിൻ കിട്ടും? നമുക്ക് കള്ളു കുടിച്ച ഡോപ്പമിൻ കിട്ടും. എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. കുറെ പേർക്ക് കള്ളു കുടിക്കുമ്പോഴാണ് കിട്ടുന്നത്, ചിലർക്ക് സ്മോക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ചിലർക്ക് റീൽസ് കാണുമ്പോൾ ഡോപ്പമിൻ കിട്ടും, ചിലർക്ക് സെക്സിലായിരിക്കും ഡോപ്പമിൻ കിട്ടുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ വഴികളുണ്ട്. അതിൽ ഒരു ഡോപ്പമിൻ റൈസ് ഉണ്ടാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, when you finish something, when you complete something, or when you achieve something, you will also dopamine rise. ഇപ്പൊ നമ്മളിപ്പോ ഒരു മത്സരത്തിൽ പങ്കെടുത്തു, നമ്മൾ ആ മത്സരത്തില് നമ്മളാണ് ഇങ്ങനെ ആ മത്സരത്തിന്റെ റിസൾട്ടിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ചെയ്ത് ആ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്ത് യു ഫീൽ ലോട്ട് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, ഡോപ്പമിൻ ഇങ്ങനെ റൈസ് ആവും. ഹാപ്പി, ഐ ഗോട്ട് ഇറ്റ്, സൂപ്പർ എന്നൊക്കെ തോന്നും. അതുപോലെ നിങ്ങൾ രാവിലെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത്, ഇപ്പം നിങ്ങളിപ്പോ ഒരു ബുക്ക് എഴുതാൻ തീരുമാനിച്ചു, നിങ്ങൾ ആ ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്യൂ, യു ഹാവ് എ ഫീൽ ഓഫ് ഡോപ്പമിൻ റൈസ്. നമ്മളല്ലെങ്കിൽ വേറെ ഒരു കാര്യം, എന്താ പറയാ, നമ്മളൊരു ട്രെയിനിങ് സെഷൻ എടുക്കണം, കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ്, നമ്മളൊരു ട്രെയിനിങ് സെഷൻ പ്ലാൻ ചെയ്തു, അതിനോട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു, ആ ചെയ്യുന്ന സമയത്തൊക്കെ ടെൻഷൻ ആയിരിക്കും. സോ നമ്മൾ ആ ഒരു ട്രെയിനിങ് സെഷൻ വന്ന് ഡെലിവർ ചെയ്ത് എല്ലാവരും വന്ന് വാവ് സൂപ്പർ എന്ന് പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡോപ്പമിൻ റൈസ്. ഇത് വലിയ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോപ്പമിൻ റൈസ് ആവും. പക്ഷെ ഇതിന്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയാം, ദാറ്റ് ഈസ് എ സീക്രട്ട്. ഇഫ് യു കംപ്ലീറ്റ് സ്മോൾ തിങ് ഓൾസോ യു വിൽ ഗെറ്റ് ദ ഡോപ്പമിൻ റൈസ്. അതായത് നിങ്ങൾ പ്ലാൻ ചെയ്യാണ്, ഇന്ന് എന്റെ എന്താ പറയുക, ഒരു ബുക്കിൽ നിങ്ങളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തു, എന്റെ ബുക്കിലെ 5 ചാപ്റ്റർ, അല്ല സോറി 5 പേജ് ഞാൻ വായിക്കും, അതല്ലെങ്കിൽ ഇന്ന ബുക്കിന്റെ 5 പേജ് ഞാൻ വായിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ, ഈ 5 പേജ് നിങ്ങൾ വായിച്ച് തീർന്ന് നിങ്ങൾ ആ ടിക്ക് മാർക്ക് ചെയ്യുമോ, ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുമോ, നിങ്ങൾ പോലും അറിയാത്ത വലിയൊരു ഡോപ്പമിൻ റൈസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇറ്റ്സ് ട്രൂ. അതല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഞാൻ അന്ന് നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓരോ കാര്യം, ഈവൻ ദോ ഇറ്റ്സ് സ്മോൾ, വെൻ യു കംപ്ലീറ്റ് ആൻഡ് സ്ട്രൈക്ക് ഇറ്റ്, യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് സം ഡോപ്പമിൻ റൈസ് ഇൻ യുവർ മൈൻഡ്. അപ്പൊ നിങ്ങൾ ഒരു വലിയ കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് സന്തോഷിക്കാമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ പലരും ഫെയിൽ ആയി പോകുന്നത്. ഞാൻ ഇന്ന എക്സാം, എൻട്രൻസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. അതുവരെ നമ്മൾ സ്ട്രഗിൾ ആണ്. പക്ഷെ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? എൻട്രൻസ് എക്സാം പാസ്സാവാനുള്ള ആ ഒരു സംഭവം, ലൈക്ക് അത്രയും വലിയൊരു സിലബസ് കവർ ചെയ്ത് എക്സാം എഴുതുന്നതിനേക്കാളും മുമ്പ് അതിനെ പീസ് ബൈ പീസ് ആക്കിയിട്ട്, എലഫന്റിനെ നമ്മൾ കഷ്ണം പോലെ കഷ്ണാക്കുന്ന പോലെ 1.5 കിലോന്റെ പീസായിട്ട് പറയാണ്, ഓക്കെ ഇന്ന് ഞാൻ 2 പേജ് അല്ലെങ്കിൽ 4 പേജ് അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഞാൻ ഇന്ന് പഠിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 24 hours ഐ സ്പെൻഡ് ഓൺലി 2 hours or 3 hours only for this and I will spend for that. അങ്ങനെ ആ 2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഞാൻ അത്രയും കാര്യങ്ങൾ പഠിക്കുകയും അതൊന്ന് റിവൈസ് ചെയ്യും. എനിക്കറിയാം ഇനിയും സിലബസ് പഠിക്കാനുണ്ട്, പക്ഷെ ഐ ഡോണ്ട് ഡു ദാറ്റ്. ഐ കംപ്ലീറ്റ് ജസ്റ്റ് ദാറ്റ് പോർഷൻ ആൻഡ് ഫീൽ ദാറ്റ് ഓക്കെ ടുഡേ ഈസ് മൈ ഡേ, ഐ കംപ്ലീറ്റഡ്. യു വിൽ ഗെറ്റ് ദാറ്റ് ഡോപ്പമിൻ റൈസ്. ഈ ഡോപ്പമിൻ റൈസ് യു ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസവും അടുത്ത പോർഷൻ കഴിക്കുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? എൻഡ് ഓഫ് ദ ഡേ you are not exhausted but you are fulfilled. നോർമലി എന്താ പറ്റുക, നമ്മൾ ഈ കാര്യങ്ങൾ ഒരു എക്സാമിന് പഠിക്കണം, അതല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ ടാസ്ക് നമ്മൾ ഇത്രയും വലിയ ടാസ്കാണ്, ഞാൻ എങ്ങനെ ചെയ്യും, എപ്പോ ചെയ്യും, അതുകൊണ്ട് നാളെ ആവട്ടെ. നമ്മുടെ വിചാരം എന്താണ്? ഒറ്റയടിക്ക് നമ്മൾ തീർക്കണമെന്നാണ്. നമ്മളപ്പോ ഒരു ഐഡിയൽ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ബുക്ക് വായിക്കണം, വെക്കേഷൻ ആവട്ടെ, അതല്ലെങ്കിൽ സാറ്റർഡേ ആവട്ടെ, സൺഡേ ആവട്ടെ, ആ ബുക്ക് വായിക്കുന്ന സമയത്ത് അത് ഒറ്റ ഇരിപ്പിനെ അങ്ങോട്ട് തീർക്കണം, ഇതിൽ ബുക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ടാസ്കിന്റെ വലിപ്പം കണ്ട് നമ്മൾ മാറ്റിവെച്ച് എൻഡ് ഓഫ് ദ ഡേ, ലൈക്ക് എന്ന് പറയാൻ നമ്മുടെ ടാർഗറ്റ് ഡേറ്റിന്റെ തൊട്ടടുത്താണ് നമ്മൾ ചിന്തിക്കുക, ദൈവമേ ഇത്ര വലിയ ബുക്ക് തീർക്കാനുണ്ട് എന്റെ കയ്യിൽ 5 ദിവസവും. എന്താ പറ്റുക? ഓവർ എക്സോസ്റ്റഡ് ആയിട്ട്, ഓവർ ടെൻസ്ഡ് ആയിട്ട് നമ്മൾ വായിക്കുന്നൊന്നും മനസ്സിലാവൂല, അവസാനം കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ ഫെയിൽ ആവും. സോ ഇറ്റ്സ് ഓൺലി ദ പ്രോബ്ലം. ലൈക്ക് അതുകൊണ്ടാണ് ഈ ഈറ്റ് ദാറ്റ് എലഫന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് നമ്മൾ ചെയ്യേണ്ട കാര്യം, എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ആ ടാസ്കിനെ സ്ലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാം. പോർഷൻ ബൈ പോർഷൻ ആക്കാൻ പറ്റും. ഇപ്പൊ ബുക്ക് റീഡിംഗ് അല്ലാത്ത ആൾക്കാർ, ഞാൻ മുമ്പ് പലതവണ പറഞ്ഞു, 1 പേജ് വായിക്കുന്നത് തീരുമാനിക്കാം. ഡെയിലി 1 പേജ് വായിക്കാൻ എത്ര സമയം?
അത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വെച്ചാൽ അതിന്റെ ഫുൾ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഹൗ മച്ച് ടൈം യു നീഡ്? സോ ഇഫ് യു റീഡ് എ 1 പേജ് ഇൻ എ ഡേ, എന്താ പറയാ, ഒരു ബുക്ക് ആവറേജ് 200 to 250 ആണ്. ഒരു വർഷം കൊണ്ട് ഒരു ബുക്ക് വായിക്കാം. ദാറ്റ്സ് ഇനഫ്. അതെല്ലാം നിങ്ങൾക്ക് ഒരു 5 പേജ് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ കവർ എ ബുക്ക് ഇൻ എ മന്ത്. ദാറ്റ്സ് ഓൾസോ മോർ ദാൻ ഇനഫ്. ഒരു ബുക്ക് ഒരു മാസം കവർ ചെയ്യാൻ പറ്റി തന്നെ നിങ്ങൾ ഒരു ആവറേജ് പേഴ്സൺസ്, ലൈക്ക് നമ്മൾ ഇരിക്കുന്ന ഈ ഇതിന്റെ ആവറേജ് നോക്കിയാൽ പറയുന്നത് നിങ്ങളുടെ ബുക്കിന്റെ എത്ര ബുക്ക് വായിച്ചു എന്നുള്ളതിന്റെ റീഡിംഗ് കപ്പാസിറ്റി നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ആവറേജ് മനുഷ്യൻ വായിക്കുന്നത് ഒരു ബുക്ക് അല്ലെങ്കിൽ 2 ബുക്കിനെ ഇയർ ആണ്. ഇത് ഞാൻ പറയുന്നതല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം പഠിതാക്കൾ പറയുന്നതാണ്. കുറെ ആളുകളെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം, അതായത് ഒരു സാധാ മനുഷ്യൻ എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർ ബുക്കേ വായിക്കുന്നില്ല ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു 80% ആളുകൾ ബുക്ക് റീഡിംഗ് മറന്നു. അങ്ങനെ ഒരു സംഭവം ഉള്ളത് പോലും ഓർമ്മ. കാര്യം ഞാൻ പലപ്പോഴും കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിക്കും, എത്ര പേര് ബുക്ക് വായിക്കുന്നുണ്ട്? എനിക്ക് ഐ റിയലി വണ്ടേർഡ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു, ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ബുക്ക് വായിക്കാൻ എത്ര പേരുണ്ട്? ഒരെണ്ണമില്ല. ഒരൊറ്റെണ്ണമില്ല ബുക്ക് വായിക്കുന്നത്, ഒരൊറ്റെണ്ണം. ഞാൻ പറഞ്ഞു യു ആർ ഫാർ ബിഹൈൻഡ് അബൌട്ട് ദ സൊസൈറ്റി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഒരു ബുക്ക് അതായത് ആവറേജ് പേഴ്സൺസ് ഒരു 1-2 ബുക്ക് നമ്മളൊരു ആവറേജ് എടുത്തു കഴിഞ്ഞാല്, ഇഫ് യു കംപ്ലീറ്റ് 1 ബുക്ക് ഇൻ എ മന്ത്, ഒരു ബുക്ക് ഒരു മാസം കംപ്ലീറ്റ് ചെയ്തപ്പോഴും യു കംപ്ലീറ്റഡ് 12 ബുക്സ് ഇൻ എ മന്ത്, അല്ല ഇൻ എ ഇയർ. നിങ്ങൾ അവരെക്കാളും 10 ഇരട്ടി ഫ്രണ്ടിലാണ്. ഒരു ബുക്ക് ഒരു മാസം വായിച്ചാൽ ഒരു ബുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 30 ദിവസം ഉണ്ട് ഒരു ബുക്ക് വായിക്കാനായിട്ട്. അതിലൊരു 250 പേജുള്ള ഒരു ബുക്ക് ആണെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്ര വരും? 250 എത്ര പേജ് വരും സാറേ? മാക്സിലായിട്ട് ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞേ 250 പേജുള്ള ഒരു ബുക്ക് 30 ദിവസം കൊണ്ട് വായിക്കണമെങ്കിൽ ഒരു ദിവസം എത്ര പേജ് വായിക്കണം? 8 പേജ് വായിച്ചാൽ മതി. 8-3-24 8 പേജ് ഒരു ദിവസം വായിക്കുകയാണെങ്കിൽ, അതായത് ഇഫ് യു റീഡ് 10 പേജസ്, 10 പേജ് വായിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 15 to 20 minutes കൂടുതൽ വേണ്ട എന്നാണ് തോന്നുന്നത്. എത്ര സമയമാണ് പക്ഷേ സാറേ 8 പേജ് വായിക്കാൻ? 10 പേജ് ആണെങ്കിൽ 25 ദിവസം കൊണ്ട് വായിക്കും. അല്ല, ഞാൻ പറഞ്ഞ വെച്ചാൽ 10 പേജസ് വായിക്കാൻ നമുക്ക് ഒരു ദിവസം എത്ര സമയം വേണം? ഡിപ്പെൻസ് ആണ്. എന്നാൽ പോലും ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു 10 to 15 or 20 minutes പോലും വേണ്ട. ഒരു 10 പേജ് 10 പുറം വായിച്ചാൽ മതി. അപ്പൊ നമ്മൾ 25 ദിവസത്തെ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വർഷം 12 ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. വേൾഡ് ആവറേജ് 2 ബുക്സ് ആണ് പെർ ഡേ, അല്ല സോറി പെർ ഇയർ. സോ എന്തൊരു ടാസ്കിനെ, ഒരു വലിയ ടാസ്കിനെ നമ്മൾ പീസ് ബൈ പീസ് ആക്കുകയാണെങ്കിൽ വേൾഡ് ആവറേജ് എത്രയാണ്? ഞാൻ 1 to 2 ബുക്സ് ആണ് പെർ ഇയർ ആളുകൾ വായിക്കുന്നത്. സാധാ മനുഷ്യര്, ഞാൻ വേൾഡ് ആവറേജ് എന്ന് വെച്ചാല് അങ്ങനെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞല്ല. നമ്മൾ പറഞ്ഞ വെച്ചാൽ ഒരു സാധാ മനുഷ്യൻ, നമുക്കിപ്പോ കുറെ ആളുകൾ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു മനുഷ്യൻ ഒരു വർഷം വായിക്കുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ 2 ബുക്കിൽ കൂടുതൽ ഒരാളും വായിക്കില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു 12 ബുക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പറയാ വാരൻ ബഫറ്റ്, അതല്ലെങ്കിൽ നമ്മുടെ ഇലോൺ മാസ്ക്, പിന്നെ ആരാണ് നമ്മുടെ ഇതിന്റെ ആള്, ബിൽ ഗേറ്റ്സ്, മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ് ഒക്കെ, ഇവരുടെ ആവറേജ് ഏതെന്ന് അറിയോ? ഇതുപോലെ ടോപ്പ് 20 അല്ലെങ്കിൽ ആ ടോപ്പ് 10 ആൾക്കാരുടെ ആവറേജ് എന്ന് പറയുന്നത് 1 ബുക്ക് പെർ വീക്ക് ആണ്. എന്ന് വെച്ചാൽ 56 പുസ്തകമാണ് അവർ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തത്. ദാറ്റ് ക്യാൻ ഈസിലി കംപ്ലീറ്റ് 1 ബുക്ക് ഇൻ എ വീക്ക്. ബിൽ ഗേറ്റ്സിനൊക്കെ ആവറേജ് അതാണ്. വാരൻ ബഫറ്റ് അതിൽ കൂടുതലാണ്. വാരൻ ബഫറ്റ് ഈസ് റീഡിങ് 8 hours ഇൻ എ ഡേ. സോ അത് ഭയങ്കര കൂടുതലാണ്. നമുക്കറിയാം നമ്മുടെ എന്താ പറയാ, മറ്റേ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, രജനീഷ് ഓഷോയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 1 ബുക്കിന് നവറൊക്കെയാന്ന് തോന്നുന്നു. പുള്ളി ബുക്കിനെ ഇങ്ങനെ മറച്ച് പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് വായിക്കാൻ പറ്റും. സോ പുള്ളി ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ബുക്ക് വായിച്ചിരുന്ന ഒരു മനുഷ്യനാണ് രജനീഷ് ഓഷോ. പുള്ളിനെ നോക്കണ്ട, ഹിസ് എ ഫാസ്റ്റ് റീഡർ. ദർ ഇസ് എ ലോട്ട് ഓഫ് ടെക്നിക്സ് ഫോർ ദ ഫാസ്റ്റ് റീഡിംഗ്. നമുക്കൊരു ക്ലാസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നോക്കാം. പക്ഷെ ആദ്യം ഫാസ്റ്റ് റീഡിംഗ് അല്ല, റീഡിംഗ് തുടങ്ങാന്നുള്ളതാണ് ഞാൻ പറഞ്ഞാല്. അപ്പൊ ഒരു 56 പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സ്. 12 പുസ്തകം വായിക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും അതിന്റെ താഴത്തെ എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതൊരു ബിഗ് ടാസ്കിനെയും പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിന് സ്ലൈസ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇതുപോലെ തന്നെയാണ് ഇദ്ദേഹം ചേതൻ ഭഗത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കായിട്ടുള്ള 5.7 എഴുതുന്നത്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് IIM വർക്ക് ചെയ്തിട്ട് ഒരു അമേരിക്കൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. പുള്ളിക്ക് അവിടെ കുറെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്.
ആ സമയത്ത് അദ്ദേഹം ഈ ബുക്ക് എഴുതാനായിട്ടുള്ള വലിയ ഡ്രീം കണക്കെടുത്ത് പുള്ളി ബുക്ക് എഴുതാണ്. അപ്പൊ പുള്ളിയും ഇതുപോലെ ആലോചിച്ചു. ആദ്യം അറിയാലോ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, എങ്ങനെ ബുക്ക് എഴുതാൻ പറ്റും? ഹൗ കൻ ഇറ്റ്സ് പോസിബിൾ? പുള്ളിക്ക് ഒരു 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 പ്രതീക്ഷയില്ല ബുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ പുള്ളി ഒരു ദിവസം ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് പറ്റൂല? അങ്ങനെ ഒരു ചിന്ത വന്നു. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, 1 page a day ഞാൻ എഴുതി. സോറി, ഒരു ദിവസം 1 പേജ് എഴുതാൻ പറ്റൂ എനിക്ക്. അങ്ങനെ അദ്ദേഹം എഴുതി തുടങ്ങി. ഇറ്റ് ടിക്സ് ഓൾമോസ്റ്റ് 2 years ടു കംപ്ലീറ്റ് ഹിസ് ഫസ്റ്റ് ബുക്ക്. 2 വർഷം എടുത്ത് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. സോ 360 + 360 720 ഡേയ്സിലാണ് ഇദ്ദേഹം എഴുതിയത്. എങ്ങനെ എഴുതിയ സിമ്പിൾ ടെക്നിക്കാണ് 1 page a day. അങ്ങനെ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് പബ്ലിഷേഴ്സിന് അയച്ചെടുത്തപ്പോൾ എല്ലാ പബ്ലിഷേഴ്സും റിജക്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരാളുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തു. അവരോട് ചോദിച്ചു, എന്താണ് എന്റെ ബുക്കിന്റെ പ്രശ്നം? അപ്പൊ അവർ പറഞ്ഞു, നിങ്ങളുടെ ബുക്കിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലേ അല്ല. കാര്യം പുള്ളി ആദ്യമായിട്ട് എഴുതുന്ന ബുക്കാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഫൺ എലമെന്റ് ഉണ്ട്. സോ ഇഫ് യു ക്യാൻ എക്സ്പാൻഡ് ദീസ് തിങ്സ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ടാവും. അങ്ങനെ ഈ 5.7 എന്ന ബുക്കിന്റെ കഥ പിന്നെയും പുള്ളി റീറൈറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത് ഒരു പബ്ലിഷർ അത് പബ്ലിഷ് ചെയ്യുന്ന. ആൻഡ് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. അദ്ദേഹത്തിന് അതുവരെ അറിയാത്ത ഒരു മനുഷ്യൻ, അതുവരെ അറിയാത്ത ഒരു ടാസ്ക്, ആ ബുക്ക് റിലീസ് ചെയ്തിട്ട് പിന്നെ നമുക്കറിയാം ഹിസ്റ്ററിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ബുക്ക് വെക്കുന്ന ഇന്ത്യൻ ഓതർ ആരാണെന്ന് വെച്ചാൽ ചേതൻ ഭഗത് മാത്രമാണ്. വേറെ ആരെങ്കിലും അറിയോ ബഷീർ സാറേ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇംഗ്ലീഷ് ബുക്സിൽ ഏറ്റവും ടോപ്പ് സെല്ലർ ആയിട്ട് നിൽക്കുന്നത് ചേതൻ ഭഗത് മാത്രമാണ് ഇന്ത്യൻ ഓതേഴ്സിൽ. മലയാളി ഉണ്ട് ഒരു അനീസ് സലീം, അത് നല്ല ഇഷ്ടം. അനീസ് സലീം എന്നാണ് ഒരു മലയാളി ഉണ്ട്. ബട്ട് ഐ നോ ദാറ്റ്. ബട്ട് ഏറ്റവും കൂടുതൽ ബുക്ക് സെല് ചെയ്ത റെക്കോർഡ് ചേതൻ ഭഗത് തന്നെയാണ്. എന്റെ ഓർമ്മയിലില്ല. ആണ്. പക്ഷെ ഐ തിങ്ക് they can't beat ചേതൻ ഭഗത് റെക്കോർഡ്സ്. കാരണം എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഓരോ ബുക്സും, ഇപ്പം ശിവ്കേരയുടെ ഒക്കെ ഒരു ബുക്ക് അല്ലേ ഹിറ്റ് ആയുള്ളൂ. ബട്ട് യു സീ ദാറ്റ് ലൈക്ക് സീരിയൽ ആയിട്ടുള്ള ബുക്സുകൾ എഴുതുകയും അത് ഏറ്റവും കൂടുതൽ ടോപ്പ് സെൽ. പുള്ളിയുടെ ഏത് ബുക്സ് ഇറങ്ങിക്കഴിഞ്ഞാലും ഇറ്റ്സ് ഓൺ ടോപ്പ് ലിസ്റ്റ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ റൈറ്റർ ആയിട്ട് എഴുതുകയും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലേക്ക് മാറുവാനും സാധിച്ചത് ഒറ്റ കാര്യമാണ്, ബ്രേക്കിംഗ് ദ പീസസ്, ഈറ്റ് ദ എലഫന്റ്. അപ്പൊ നേരത്തെ മണി സാറ് പറഞ്ഞൊരു നമുക്കറിയാലോ, ബ്രയൻ ട്രേസിയുടെ ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ള ടാസ്കിന് ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടായ വലിയ ടാസ്കുകളെ പീസ് ബൈ പീസ് ആക്കാനും കൂടെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇപ്പൊ നമ്മൾ നോക്കാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. നമുക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? എനിക്ക് 1 കോടി ഇൻവെസ്റ്റ് ചെയ്യണം. 1 കോടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര വർഷം കൊണ്ട് ചെയ്യണം? പീസ് ബൈ പീസ് ആക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതല്ല നമുക്കിപ്പം എന്താ പറയാ, ഏതെങ്കിലും എന്ത് കാര്യം, അതായത് പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന ആളുകളോട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? നമുക്ക് ആർക്കും വലിയ സ്വപ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്കിത് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നല്ല, ആദ്യം വേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഡ്രീം വേണമല്ലോ. അത് ആർക്കുമില്ല. എന്റെ അടുത്ത് ഞാൻ ദൂരം ക്ലാസ്സുകളിൽ പോയി ചോദിച്ചാൽ എന്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് യുവർ ഡ്രീം, വാട്ട് യു വാണ്ട് ടു ബിക്കം, വാട്ട് യു ഹാവ് ടു അച്ചീവ്. ഒരൊറ്റ കുട്ടി പോലും, ഞാനിപ്പോ ഞാൻ പഠിക്കാൻ അവിടെ വരുന്ന എന്റെ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികളൊക്കെ ജോലി കിട്ടാൻ വേണ്ടി വരുന്നത്, അവർ തന്നെ ഒരു ജോലി കിട്ടണം. ഞാൻ ചോദിച്ചു, ജോലിയുടെ എത്ര താല്പര്യമാണോ പണിയെടുക്കാനായിട്ട്? അതല്ലാതെ ഒരു ജോലി കിട്ടണം, അത് എത്ര ശമ്പളം? 10,000-20,000 കിട്ടിയാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഒരു ലക്ഷം രൂപ ശമ്പളം എനിക്ക് കിട്ടുമെന്ന് ബിലീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പിള്ളേരില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. നമുക്കിപ്പം ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേര് ടീച്ചേഴ്സ് ഒക്കെയാണ്. സോ നമുക്ക് വലിയത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഡ്രീമെങ്കിലും ഈ കുട്ടികളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു ദ സൊസൈറ്റി. അപ്പൊ വലിയ സ്വപ്നം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇതിനെങ്ങനെ സ്ലൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊക്കെ നമ്മൾ കുഞ്ഞു പോർഷൻ എടുക്കും, നമ്മൾ കഴിക്കുന്നു, നമുക്ക് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സ്ലൈസിങ്ങിനെ കുറിച്ചോ ഇതിന് ഷോർട്ട് ആകുന്നതിനെ കുറിച്ചോ ഒക്കെ നമ്മൾ ചിന്തിക്കാത്തത്. കാര്യം വലിയ സ്വപ്നമല്ലേ, നടക്കൂല. പിന്നെ അതിന് വേണ്ടി പണിയെടുക്കണേ എന്നുള്ളൊരു ചിന്തയാണ്. ഇപ്പം പല ആളുകൾക്കും ഗവൺമെന്റ് ജോലിനെ കുറിച്ച് താല്പര്യമാണ്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ആ PSC തരുന്ന സിലബസോ അല്ലെങ്കിൽ ആ സിലബസ് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡേറ്റ് വെച്ച് ടൈമർ വെച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. എന്റെ നൈബറിന്റെ മകൻ, അവന് 21-22 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും ഹി ഗോട്ട് 2 jobs. എന്റെ ഫസ്റ്റ് സാലറി ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വോക്കാണ്. എന്റെ ഫസ്റ്റ് സാലറി ഇറ്റ് സെൽഫ് ഓൾമോസ്റ്റ് 75,000 rupees ഇൻ എ മന്ത്. ഡിഫൻസിൽ നോട്ട് ആസ് മിലിറ്ററി, സിവിലിയൻ സ്റ്റാഫായിട്ട് കയറുന്നു. അപ്പൊ അവൻ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ തിരുവനന്തപുരത്ത് പോയി ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ ചേർന്നു. അവന്റെ സക്സസ് സ്റ്റോറി യൂട്യൂബിൽ ഉണ്ടായിരുന്നു. സോ വാട്ട് ഈസ് സെയിങ് ദാറ്റ് എവറി ഡേ ടൈമർ വെച്ചിട്ട് ഇത്ര സമയം ഞങ്ങൾ പഠിക്കും.
വിത്ത് ടൈമർ, ഓൺലി വിത്ത് ടൈമർ. ആ സിലബസ് കവർ ചെയ്യും. അവർ കൃത്യമായിട്ടൊരു പ്ലാൻ കൊടുത്തു. ആ പ്ലാൻ അനുസരിച്ച് പഠിച്ചു, എക്സാം എഴുതി. അപ്പൊ ആദ്യം +2 ബേസ്ഡ് ആയിട്ട് എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വന്നു, അതിൽ ജോലി കിട്ടി. അതിലും കുറച്ചും കൂടി നല്ലത് ജോലി ഡിഗ്രി ബേസ്ഡ് ആയിട്ട് വന്ന എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന് ജോലി കിട്ടി. സോ ഈസ് ഹാപ്പി. അപ്പൊ നമ്മൾ എത്ര സമയമാണ് വേസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത്ര സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം മാറ്റി വെക്കുകയാണ്. നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും. ഇപ്പൊ ഞാൻ പഠിക്കുന്നതിനെ കുറിച്ചും ബാക്കി കാര്യങ്ങൾ അവിടെ. ഇപ്പൊ ട്രാവൽ ചെയ്യണം, വേൾഡ് ട്രാവൽ ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഒരു വേൾഡ് ട്രാവൽ പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയാണ്, ഇപ്പം നമുക്ക് ചെറിയ സ്ഥലങ്ങളൊക്കെ പിടിക്കാം. ഇപ്പൊ വിയറ്റ്നാമോ ശ്രീലങ്ക ഒക്കെ പോകണമെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് പോകാനായിട്ട് 1 ലക്ഷം രൂപ വരും വിചാരിച്ചു. സോ ഇഫ് യു ഡ്രീം ഇറ്റ് ലൈക്ക് 1 lakh rupees നീഡ്സ് ഫോർ ദിസ് വൺ. 12 മാസമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഓൾമോസ്റ്റ് 8,000 നമ്മൾ സേവ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ 8,000 നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh ആയി. ഇപ്പൊ നമ്മുടെ ഒരു ചായക്കടക്കാരൻ വിജയേട്ടൻ ടൂർ ചെയ്തിരുന്നത് എങ്ങനെയാണ്? പുള്ളി പൈസ സേവ് ചെയ്യും, ചായ വിറ്റ് കിട്ടുന്ന പൈസ സേവ് ചെയ്യും, അതില് പുള്ളിയും ഭാര്യയും കൂടി വേൾഡ് ടൂർ പോകും. ഇൻ കേസ് പറ്റാത്ത പൈസ എന്ത് ചെയ്യും? പുള്ളി ലോൺ എടുക്കും, എന്നിട്ട് പണിയെടുത്ത് കൃത്യമായിട്ട് ആ ലോൺ അടയ്ക്കും. അങ്ങനെ അയാള് വെറും ഒരു ചായക്കടക്കാരൻ 20 or 30 കൺട്രീസ് ട്രാവൽ ചെയ്തു, ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളും. നമ്മളിവിടെ വലിയ സമ്പത്തുള്ള ജോലിയുള്ള മാസം 1 ലക്ഷം രൂപ അടുത്ത് ശമ്പളം മേടിക്കുന്ന നിങ്ങൾ എത്ര രാജ്യം പോയിട്ടുണ്ട്? സോ സിമ്പിൾ, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ബിഗ് ഗോൾസ്. ഹി വിസിറ്റഡ് അമേരിക്ക. നമ്മൾ എത്ര പേരുടെ അമേരിക്കയിൽ പോയ എത്ര ആൾക്കാരുണ്ട് അവിടെ? ആ പ്രായത്തിനുള്ളിൽ ലൈക്ക് അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി എന്നാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത്. അപ്പം നമ്മളാരും പോയിട്ടില്ല, അമേരിക്ക പോയിട്ടില്ല, നമ്മൾ ജർമ്മനി പോയിട്ടില്ല, ജപ്പാൻ പോയിട്ടില്ല. ഇവൻ മീ ഓൾസോ ലൈക്ക് ഞാനിപ്പോ ഒരു 3-4 രാജ്യങ്ങളിൽ പോയി, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ വലിയൊരു രാജ്യങ്ങളിലേക്ക് നമ്മളും പോയിട്ടില്ല. സോ ദ തിങ് ഇസ് ദാറ്റ് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് നടക്കുന്നു, ഇത് ചെയ്യാനുള്ള നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് കൺക്ലൂഡ് ദിസ്, ഈറ്റ് ദ എലഫന്റ്. നിങ്ങൾ ആനയെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇതിനെ സ്ലൈസ് ചെയ്ത് കഴിക്കുന്ന ഒരു കാര്യം ഡ്രീം ചെയ്ത് നോക്കുക. ആനർച്ചി നല്ലതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, but you can slice your big goals into small pieces and eat every day. Consistency is more important than hard work. Last time നമ്മൾ എന്താ പറയുക, എടുത്തൊരു ക്ലാസ് ആണ് ഗ്രിറ്റ്. ഗ്രിറ്റിൽ നമ്മൾ പറഞ്ഞു ടാലന്റഡ് ആയിട്ട് കാര്യമില്ല, യു ഹാവ് ടു വർക്ക് ഓൺ കണ്ടിന്യൂസ്ലി ഓൺ ദാറ്റ്. അപ്പം ഒരു 10,000 hours റൂൾസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. നമ്മളിപ്പോ ഇഫ് യു വർക്ക് കണ്ടിന്യൂസ്ലി എവറി ഡേ, half an hour, 15 minutes or even 10 minutes, that will pile up. അങ്ങനെയാണ് ഇപ്പൊ ബോഡി ബിൽഡിങ്ങിന് പോകുന്ന ആൾക്കാർ. ഇവിടെ കുറച്ചുപേരൊക്കെ ബോഡി ബിൽഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു മസിൽസ് ഒന്നും 8 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ട് കിട്ടില്ല. ഇറ്റ്സ് എ കൺസിസ്റ്റൻസ് വർക്ക്ഔട്ട്. ലൈക്ക് വെൻ യു ആർ ഇൻകൺസിസ്റ്റന്റ് യു ക്യാൻ ഗെറ്റ്. വെയിറ്റ് റിഡക്ഷൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മൾ ഡോണ്ട് ഡ്രീം ഇറ്റ് ഫോർ നോട്ട് റെഡ്യൂസ് 10 kilos in a month, ബട്ട് റെഡ്യൂസ് എന്താ പറയുക, ഗോൾ ഫോർ 1 kilo in a month. 1 kilo in a month. ആൻഡ് അത് കൂട്ടാനായിട്ട് നമ്മൾ മീൻസ് നോക്കാം. അപ്പൊ എന്തായി, ഈ മാസം ഇപ്പൊ എനിക്കിപ്പോ 100 കിലോ ഉണ്ട്. ഓക്കെ, 1 കിലോ ഞാൻ കുറച്ചു, 99. അടുത്ത മാസം 98, 97. സോ ഇൻ എ ഇയർ ഓഫ് ടൈം വി ക്യാൻ റെഡ്യൂസ് 10 to 12 kilos. പക്ഷെ ഞാൻ അടക്കമുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? 1 മാസം കൊണ്ട് 10 കിലോ എങ്ങനെ കുറയ്ക്കാം? ഇതാണ് നമ്മുടെ. നോക്കിയോ, യൂട്യൂബിൽ വീഡിയോ തപ്പിയൊക്കെ അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ഹൗ ക്യാൻ ഐ റെഡ്യൂസ് 10 kilos in a month. നിങ്ങൾ നോക്കിയോ, ഏറ്റവും കൂടുതൽ വീഡിയോസ് നിങ്ങൾ ആ വെയിറ്റ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. മിക്കവാറും വീഡിയോസ് ചെയ്തിരിക്കുന്നത് 10 കിലോ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 5 കിലോ എങ്ങനെ കുറയ്ക്കാം. ഇതൊക്കെ ആയിരിക്കും വീഡിയോസ്. കാരണം എവരി വൺ നീഡ്സ് ക്വിക്ക് റിസൾട്ട്, ബട്ട് ക്വിക്ക് റിസൾട്ട്സ് വിൽ ഗെറ്റ്. ദർ ഇസ് നോ, ഈ കോൺസെപ്റ്റിൽ എന്താണ്, ഇറ്റ് ടേക്സ് സം ടൈം. സോ താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ ലോട്ട്. ഓവർ ടു യു ഷൈന. എല്ലാവർക്കും ഒരു ആനയെ തിന്നാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. നമ്മുടെ ഫീഡ്ബാക്കിന്റെ ടൈമാണ്. എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ് സാർ, നല്ലൊരു സെഷനായിരുന്നു, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നമ്മൾ നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറഞ്ഞ മാതിരി പാർട്ടായിട്ട് വളരെ പീസായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായ പല കാര്യങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എല്ലാം ഒന്ന് ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്ക് ഒരു ദിവസത്തേക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്നുള്ള ഒരു നല്ല സന്ദേശമാണെന്ന് കിട്ടിയത്. നല്ലൊരു ടോപ്പിക് തന്നെ ആയിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഒരു യാത്രയുണ്ട്, തിരക്കിലാണ്, അതാണ്. ഓക്കെ, താങ്ക് യു.
വിനീത എന്ന് പറയുന്നൊരു നെയിം കാണുന്നുണ്ട്. വിനീത. അയ്യോ, പോയി ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് പറഞ്ഞു സാർ. സാറേ. സാറേ, ഇത് മണി സാറ് പറഞ്ഞ പോലെ തന്നെ നിത്യാഭ്യാസി ആനയെ ചുമക്കുന്ന പറഞ്ഞ പോലെ തന്നെ സാറ് ആനേനെ തിന്നണ കാര്യമാണ് പറഞ്ഞത്. കേട്ടപ്പോൾ എനിക്ക് തോന്നി ആനയെ എങ്ങനെ തിന്നാം എന്നുള്ളത്. അപ്പൊ അത് പീസായിട്ട് നമ്മളൊരു ഷെഡ്യൂൾ വെക്കുകയാണെങ്കിൽ ഏത് കാര്യവും നമുക്ക് അസാധ്യം എന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതിനാണ് പറഞ്ഞു തന്നത്. നമ്മുടെ ആറ്റമിക് ഹാബിറ്റ്സിൽ പറയുന്നുണ്ടല്ലോ, 1% നമ്മളുടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി തന്നെ യു ഷുഡ് ബി ഹാപ്പി. അപ്പൊ സെൽഫ് മോട്ടിവേഷൻ നമുക്ക് കിട്ടും, നമ്മൾ കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ആയോ എന്നുള്ളത്. വലിയ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ ഒരു ആനുവൽ ടാർഗറ്റ് വെക്കും. അത് കഴിഞ്ഞ് അതിനെ അവർ ബൈഫർക്കേറ്റ് ചെയ്തിട്ട് ക്വാർട്ടർലി ടാർഗറ്റ് ആക്കും. പിന്നെ മന്ത്ലി ഉണ്ട്, ഡെയിലി പ്രൊഡക്ഷൻ എത്ര വേണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിനെ ബൈഫർക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ മൈന്യൂട്ട് ലെവലിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുപോലെ ചെയ്യണമെങ്കിൽ. ഇപ്പൊ ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ അബൌട്ട് 16,000 ടൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടാർഗറ്റ് ഉണ്ട്. അത് അവരിങ്ങനെ മൈന്യൂട്ട്ലി അത് കൊണ്ടുവന്നു താഴത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് പിന്നെ അതിന്റെ പുറകിൽ ഓടി നടക്കുന്നത്. അപ്പൊ അത് എവിടെയാണെങ്കിലും ശരി, പ്രൊഡക്ഷൻ ആയാലും ശരി, മാർക്കറ്റിംഗ് ആയാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി, അതിനെല്ലാം ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് ഒറ്റ ടൈം അച്ചീവ് ചെയ്യാനല്ല നോക്കണത്, അത് ക്വാർട്ടർലി ഒക്കെ ആക്കി, മന്ത്ലി ആക്കി, ഡെയിലി ആക്കിയിട്ടാണ് ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ജീവിതത്തിൽ നമുക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു എലിഫന്റ് കേൾക്കുമ്പോൾ ആ പേടി മാറി നമ്മൾ അതിനെ പീസാക്കി ചെയ്യണമെങ്കിൽ പറ്റുന്നുള്ള കാര്യം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അത് നല്ലൊരു മെസ്സേജ് ആണ്. ശ്രീഷ്ണ. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു സെക്ഷനായിരുന്നു സാർ. ഞാനൊക്കെ എപ്പോഴും ഈ പഠിക്കാനും വായിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ വലിയ വലിയ കേൾക്കുന്നുണ്ടോ എന്തോ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് ഷൈനി. വലിയ വലിയ ടാസ്കുകൾ ഇങ്ങനെ എടുത്തു വെക്കുക, അതിന്റെ ഒരു പേടിയായിരിക്കാം. ചില ദിവസം നന്നായിട്ട് കംപ്ലീറ്റ് ആയി പോകും, ചില ദിവസം അത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു ടെൻഷനാവും, വിഷമാവും. ചെറുതാക്കണോന്ന് വിചാരിക്കും, അപ്പൊ വിചാരിക്കും ഇത് തീരില്ലല്ലോ. തീർക്കാൻ വേണ്ടിയിട്ട് അതിനെ വലുതാക്കുമ്പോ തീരുകയില്ല. പക്ഷെ അപ്പോഴേ എന്നെപ്പോലുള്ളവർക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു സാർ. ഇപ്പം കൊച്ചുകുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. നല്ലൊരു ക്ലാസ് സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. സാർ ഗുഡ് മോർണിംഗ്. ഇപ്പൊ വിചാരിക്കായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെയൊന്നും ഒരു ക്ലാസ്സും കിട്ടിയില്ലല്ലോ. അന്നൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയി പോയേനെ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് കുട്ടികളോട് പറഞ്ഞെടുക്കാൻ പറ്റിയ ഒരു രീതിയായിട്ട് കിട്ടി. ഇനിയിപ്പോ പഠനത്തില് പേടിച്ചു വരുന്ന കുട്ടികളോട് പറയാം, ഇങ്ങനെ കുറച്ചായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കണം. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കുന്നവരുണ്ടാകും അല്ലേ സാറേ? കഴിവുള്ളവരുണ്ടാകും അല്ലേ അതിന്? വലിയ കാര്യങ്ങള് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ കഴിവുള്ളവരുണ്ടാകും അല്ലേ? കമ്പാരിറ്റീവ് കുറവായിരിക്കും. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു ബുക്ക് ഒരു ദിവസം കൊണ്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ ആ ഒരു സ്കില്ല് ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ വൺസ് നമുക്ക് സ്കില്ല് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ലോഹിദാസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഭരതം എന്ന് പറയുന്ന മൂവിയുടെ സ്ക്രിപ്റ്റ് ഹി കംപ്ലീറ്റഡ് വിത്തിൻ 3 days. ആൻഡ് അത് നാഷണൽ അവാർഡ് വരെ കിട്ടിയതാണ്. പക്ഷെ പുള്ളിയുടെ ഒരു ആദ്യ സ്ക്രിപ്റ്റ് ഭരതമല്ല. പല സ്ക്രിപ്റ്റ്സ് എഴുതി അതിന്റെ ഒരു എക്സ്പീരിയൻസ് ലെവലിൽ നിന്ന് നമ്മുടെ സ്പീഡും ടൈമും കൊടുക്കണം. ചേതൻ ഭഗത്ത് 2-3 വർഷം എടുത്തൊരു 5.7 എന്ന് പറഞ്ഞ ബുക്ക് എഴുതാനായിട്ട്. പക്ഷെ വൺസ് ഈ എക്സ്പീരിയൻസ്ഡ് ഓൺ ഇറ്റ്, പിന്നെ അദ്ദേഹത്തിന് ചെറിയ സമയം മതി. ഒരു 3 years എന്നുള്ള ഒരു 1 year 2 yearലേക്ക് അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുക, ഒരു മൂവി നോക്കുക, ആ മൂവിയിൽ നമ്മൾ കാണുമ്പോൾ 3 hours മൂവിയാണ്, പക്ഷെ അതിന്റെ പിന്നിൽ എഫേർട്ട് എന്താണ്? അപ്പൊ അവരത്രയും സ്പ്ലിറ്റ് ചെയ്ത് സീൻ ബൈ സീൻ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും വലിയ ടാസ്കുകൾ ചെറുതാക്കി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ദ മൗണ്ടൻ മാൻ എന്നുള്ളൊരു ഫിലിം ഉണ്ടല്ലോ, ഒരു ബീഹാർകാരൻ 22 വർഷം കൊണ്ട്. ദ മൗണ്ടൻ മാൻ, ബീഹാർകാരുടെ മഞ്ചേരി. ദ മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ.
അത് ആ കേട്ടില്ല. ഓക്കെ, ദ മോഡേൺ മാൻ ഓഫ് ഇന്ത്യ ആ, നമ്മളിവിടെ ക്ലാസ്സിൽ 22 ഡിസ്കസ് വർഷം ചെയ്തിട്ടുണ്ട്. കൊണ്ട് അങ്ങനെ അതെ 22 വർഷം കൊണ്ട് യാ. അതൊക്കെ ഇതേപോലുള്ള കാര്യങ്ങളാണല്ലോ. അത്രയും സമയം എടുത്തിട്ട് ചെയ്ത്, അതും കൈക്കൊണ്ട് മെഷീനറികളൊന്നും ഇല്ലാതെ. ആണ്, യെസ് യെസ്. അത് അതാണ് ചെയ്ത് ഈ എത്ര വലിയ ബിഗ് ബൈ ലക്ഷ്യം ബിഗ് നമുക്ക്. ചൈൽഡ്, ദാറ്റ് ഈസ് എ റൈറ്റ് എക്സാമ്പിൾ നൗഫൽജി. അതൊരു കറക്റ്റ് എക്സാമ്പിൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആയിരുന്നു. താങ്ക് യു ഫോർ കോൺ. താങ്ക് യു സാർ, വളരെ നല്ല ക്ലാസ്. താങ്ക് യു. താങ്ക് യു നൗഫൽജി. നമുക്ക് നമുക്ക് നിർത്തിയാലോ ഷൈമിന? ആരും പറയാം. നിർത്താം സർ, നിർത്താം. വലിയ ഒരു ആനയെ ഒറ്റയടിക്ക് തിന്നാൻ കഴിയില്ല. എന്നാൽ ചെറിയ കഷ്ണങ്ങളാക്കി തിന്നാൽ അതൊരു വലിയ കാര്യവുമല്ല. വളരെ വലിയതോ പ്രയാസകരമോ ആയ ഒരു ജോലിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിനെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് സ്ഥിരതയോടെ സമാധാനത്തിൽ ക്ഷമയോടെ ചെയ്താൽ എത്ര വലിയ കാര്യവും പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. ഈറ്റ് ദ എലിഫന്റ് എന്ന ടോപ്പിക്കിലൂടെ ഈ അറിവ് നമുക്ക് ഷെയർ ചെയ്ത ഓസ്റ്റിൻ സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ പങ്കെടുത്ത ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാ മെമ്പേഴ്സിനും നന്ദി പറയുന്നു. താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു ഓൾ. താങ്ക് യു താങ്ക് യു, ബൈ ബൈ. സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ സാർ. Thank you all. താങ്ക് യു.